ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സുഹൃത്ത് ആരാണ് ഒരു യഥാർത്ഥ നല്ല സുഹൃത്ത്. സുഹൃത്തിന് ആരാണ് ഒരു നല്ല സുഹൃത്ത് എന്ന് ചോദിച്ചാൽ നമ്മളോട് ചോദിക്കുകയാണ് ആരാണ് ഒരു നല്ല സുഹൃത്ത്. അതിനൊരു ഡെഫിനേഷനുണ്ട്. അതായത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ ഉപേക്ഷിക്കാത്തത് ആരാണോ അയാളാണ് നമ്മളുടെ യഥാർത്ഥ സുഹൃത്ത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരാൾ എന്തല്ല, ഒരിക്കലും ഒരു നല്ല സുഹൃത്തല്ല. അതുപോലെ തന്നെയാണ് ആപത്തിൽ ഉപകരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ നല്ല സുഹൃത്ത്. ആപത്തിൽ ഉപകരിക്കുന്ന ഒരാളാണ് ഒരു നല്ല സുഹൃത്ത്. അതുപോലെ തന്നെ സുഹൃത്തിനുണ്ടായിരിക്കുന്ന മറ്റൊരു ക്വാളിറ്റിയാണ് അതുപോലെ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ല സുഹൃത്ത്. അതും സുഹൃത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഒരു നല്ല സുഹൃത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. അതായത് തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ ഒരിക്കലും എന്തല്ല, ഒരു നല്ല സുഹൃത്തല്ല. നന്മയിലേക്ക് നയിക്കുന്ന ഒരാൾ ആയിരിക്കണം ഒരു നല്ല സുഹൃത്ത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ലോകത്തെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയും ലോകത്തെ ഏറ്റവും വലുത് പണമാണ്. ലോകത്തെ ഏറ്റവും വലുത് പണമാണെന്നൊക്കെ നമ്മൾ പറയും. പണത്തിന് പൈസയ്ക്ക് പൈസ കൂടിയേ തരൂ, അത് വേറെ കാര്യം. എങ്കിലും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. പണം ജീവിതത്തെ ഏറ്റവും മൂല്യമേറുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണ് കേട്ടോ. അത് എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ ആരെയും വെറുക്കാൻ പാടില്ല, ഒരു വ്യക്തിയെയും വെറുക്കാൻ പാടില്ലെന്നാണ് കേട്ടോ. എന്ത് കരുതി ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഇല്ല, എല്ലാവരെയും സ്നേഹിക്കാനൊന്നും കഴിയില്ല. പക്ഷേ എല്ലാവരോടും എന്തുണ്ടായിരിക്കണം? കോമണായൊരു സ്നേഹം നമുക്കുണ്ടായിരിക്കണം. എല്ലാവരോടും പൊതുവായൊരു സ്നേഹം. ഒരു സഹജീവിയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് എന്നൊരു സ്നേഹം നമുക്ക് എല്ലാവരോടും ഉണ്ടായിരിക്കണം കേട്ടോ. എന്ന് നമ്മൾ ഒരാളെയും വെറുക്കാൻ പാടില്ല കേട്ടോ, വെറുക്കാൻ പാടില്ല. നമുക്ക് ജീവിതത്തിൽ ശത്രുക്കളെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ശത്രുക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് തെറ്റായ അല്ലെങ്കിൽ മോശമായ ഒരു വാക്കോ അല്ലെങ്കിൽ ചെറിയ തെറ്റായ പ്രവൃത്തിയോ മതി എന്ത് ചെയ്യാൻ ശത്രുക്കൾ ഉണ്ടാകാൻ. ചിലപ്പം ആ വ്യക്തി ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, ശത്രുക്കൾ ഉണ്ടായെന്ന് വരും കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ ശത്രുക്കളെ ഒഴിവാക്കുന്നതിൻ്റെ ശത്രുക്കൾ ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തെ എന്ത് ചെയ്യുക, നമ്മൾ നിയന്ത്രിക്കുക കേട്ടോ. അപ്പം ദേഷ്യത്തോടെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കില്ല, ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതായിരിക്കില്ല. പക്ഷെ അത് കേൾക്കുന്ന ആൾ എന്തായി മാറും? ആ കേൾക്കുന്ന ആൾ പിന്നെ എന്ത് ചെയ്യും? ആജന്മ ശത്രുവായി മാറും. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക, സൂക്ഷിച്ച് സംസാരിക്കുക. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആരെയും വില കുറച്ച് കാണുവാൻ പാടില്ലെന്നാണ്. ആരെയും വില കുറച്ച് കാണാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരെയും ശത്രുക്കളായിട്ട് കരുതി മാറ്റി നിർത്താനും പാടില്ല. ചിലപ്പോൾ നമ്മൾ ശത്രു എന്ന് കരുതി മാറ്റി നിർത്തുന്ന ഒരാളായിരിക്കും ആപത്തിൽ നമ്മെ ഒരു കൈതന്ന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആപത്തിൽ നമുക്ക് ഒരു കൈത്താങ്ങാകുന്നത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ജീവിതത്തിലെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നിലനിർത്തുക. കാരണം സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുക. അതുപോലെ തന്നെ വാക്കും പ്രവൃത്തിയൊക്കെ അതുപോലെ എന്തായിരിക്കണം? വാക്കും പ്രവൃത്തിയൊക്കെ അതുപോലെ നല്ലതായിരിക്കണം. എങ്കിലേ നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നിലനിന്ന് കൂടിയുള്ളൂ കേട്ടോ. എപ്പോഴും മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരെയും ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, വില കുറച്ച് കാണുവാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, മലിനജലത്തിന് പോലും എന്ത് കഴിയും? മലിനജലമായാൽ പോലും ആ മലിനജലത്തിന് തീയണയ്ക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കണം. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ നിലനിർത്തുക. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സംസാര രീതിയാണ് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആരോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കേട്ടോ, നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ എപ്പോഴും. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് വില നൽകാത്തൊരു സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ലെന്നാണ്. നമുക്ക് വില
തരാത്തൊരു സ്ഥലത്ത് നമ്മൾ എത്തിയാൻ പാടില്ല, പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ അവിടെ അപമാനിതനായേക്കാം. അതുകൊണ്ട് നമുക്ക് വില തരാത്ത, അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്ട് തരാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അതുപോലെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് കേട്ടോ. ഒരു വ്യക്തിക്ക് നമ്മൾ ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 10 മടങ്ങായിട്ട് എന്ത് ലഭിക്കും? ബഹുമാനം തിരിച്ചു ലഭിക്കുമെന്നല്ല. സ്നേഹം അങ്ങനെയല്ല കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കണം. രണ്ടും രണ്ടാണ് കേട്ടോ. റെസ്പെക്റ്റ്, സ്നേഹവും ബഹുമാനവും രണ്ടും രണ്ടാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് റെസ്പെക്റ്റ് ടു ആർ ഡിഫറൻറ്റ്. സ്നേഹം അങ്ങനെ കൊടുത്താൽ 10 മടങ്ങ് തിരിച്ചു ലഭിക്കണമെന്നില്ല. പക്ഷേ ബഹുമാനമായിട്ട് നമ്മൾ വ്യക്തി ബഹുമാനം നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ 10 മടങ്ങായിട്ട് ബഹുമാനം തിരിച്ചു ലഭിക്കുമെന്നാണ് കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. ബഹുമാനം കൊടുത്താൽ മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? ബഹുമാനം തിരിച്ചു ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ് നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ അതെന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്.